എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം. സർ നമസ്കാരം. വന്ദേ മാതരം. ഗോപാൽ കൃഷ്ണൻ IPS AAG റിട്ടയർഡ്. സർ, എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം ശശി തരൂരാണ്. ശശി തരൂരിനെതിരെ കോൺഗ്രസിനുള്ളിൽ നിന്നും, അതായത് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഏറ്റവും അധികം എതിർപ്പുകൾ കിട്ടുന്നു. പക്ഷേ ശശി തരൂർ തുടക്കം മുതൽ, അതായത് പഹൽഗാം അറ്റാക്ക് മുതൽ തന്നെ ഇന്ത്യക്കൊപ്പം, ഞാൻ അത് ഏതെങ്കിലും പാർട്ടിക്കൊപ്പം എന്നല്ല പറയുന്നത്, ഒരു ഭാരതീയ പൗരൻ എന്ന രീതിയിലാണ് സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഈ വിഷയം സാർ തീർച്ചയായിട്ടും ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. എന്താണ് ഈ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം? ഈ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ രാമായണത്തിലെ കഥയുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഈ അണ്ണാറ കണ്ണനും തന്നാലായതെന്ന് ഒരു ചൊല്ല് നമ്മുടെ മലയാളത്തിലുണ്ട്. അതേപോലെ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ നേരത്തെ ചെയ്ത എപ്പിസോഡിൽ, എനിക്ക് തോന്നുന്നു 3 എപ്പിസോഡിന് മുമ്പാണെന്ന് തോന്നുന്നു, ഇന്ത്യയിൽ നമ്മൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് എനിക്ക് 99% വിശ്വാസമുണ്ട്. നമ്മുടെ വാർഫെയർ ടാക്ടിക്സ് സ്ട്രാറ്റജി എല്ലാം ഭയങ്കരമായിരുന്നു. സബ്ലൈം, ഞാനൊരു വാക്ക് ഉപയോഗിച്ചു, സബ്ലൈം ആയിരുന്നു. പക്ഷെ നമ്മൾ ഒരു കാര്യത്തിൽ വളരെ പോറായിപ്പോയി. വാർ ഇൻഫർമേഷൻ സ്ട്രാറ്റജി നമുക്ക് വളരെ പോറാണ്. നേരത്തെയും പോറാണ്, ഇപ്പോഴും പോറാണ്. അത് മെൻറ്റ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം, അതുകൊണ്ടായിരിക്കാം ചിലപ്പം ഈ നമ്മൾ എന്ത് പറഞ്ഞാലും അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാനായിട്ട് ഇവിടെ പല ഏജൻസീസും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഒരു പക്ഷേ ഇത് ദേ മൈറ്റ് ഹാവ് പുട്ട് ഇറ്റ് അക്രോസ് എങ്കിൽ അത് വളരെ നല്ലൊരു കാര്യം. ആ ഒരു സംഗതി കൊണ്ടാണെന്ന് തോന്നുന്നു. നമുക്കങ്ങനെ വിശ്വസിക്കാമല്ലോ, മറ്റുള്ളവർ സമ്മതിച്ചില്ലെങ്കിലും നമ്മളിങ്ങനെ പറഞ്ഞു, നമ്മൾ ശ്രദ്ധയപ്പെടുത്തി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടായത്. അതായത് 7 ഡെലിഗേഷന് ഇന്ത്യൻ ഗവൺമെൻറ്, മോഡിജി, നമ്മുടെ ജയശങ്കർജിയും കൂടെ ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ട്. വിദേശത്ത് 7 ഡെലിഗേഷൻ ഇങ്ങനെ അവർ കൺട്രീസ് സെലക്ട് ചെയ്ത് ആണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ശശി തരൂർ സാറിൻ്റെ സംഗതി, ഈ കോൺഗ്രസ് ആയിട്ട് ബന്ധപ്പെട്ട് മനുജ ചോദിച്ചല്ലോ. ഞാൻ പൊളിറ്റിക്സ് ഞാൻ സംസാരിക്കുന്നില്ല, ബിക്കോസ് ഐ ആം നോട്ട് എ പൊളിറ്റീഷ്യൻ. പക്ഷേ എനിക്ക് ചിലരെ ഇഷ്ടമാണ്. ഇപ്പോഴത്തെ നമ്മുടെ ടീം, മോഡിജിയുടെ ടീം, ആ 10 പേര്, അവർ ഹൈലി അപ്രൈറ്റ്, വെരി ഓണസ്റ്റ്. ആ ഒരു സംഗതിയിൽ അവരെ ആർക്കും കുറ്റം പറയാൻ ഒക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരുടെ സപ്പോർട്ടറാണ്. നാളെ ആ സ്ഥാനത്ത് ഇതുപോലെ വേറെ ആര് വന്നാലും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ രാജ്യത്തിന് ആര് ഗുണം ചെയ്യുന്നോ അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യും. അതാണ് എൻ്റെ ഒരു പോളിറ്റിക്സ്. അപ്പോൾ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ പറ്റി ഞാൻ അധികം പറയുന്നില്ല. എന്നിരുന്നാലും ഞാൻ പറയും, ഈ ശശി തരൂർ സാറെന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവമാണെന്ന് ഞാൻ പറയും. പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ നേരാമണ്ണം ഉപയോഗിക്കേണ്ടവർ ഉപയോഗിച്ചില്ല. എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം 15 വർഷമായി നമ്മുടെ, എനിക്കൊണ്ട് 2009 മറ്റാണ് അദ്ദേഹം ട്രിവാൻഡ്രത്ത് വരുന്നെന്ന് തോന്നുന്നു മത്സരിക്കാനായിട്ട്. അങ്ങനെ അബൌട്ട് 15 ഇയേഴ്സായെന്ന് തോന്നുന്നു, 15 or 16 ഇയേഴ്സ്. എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് അദ്ദേഹത്തെ ചെറുതായിട്ട് മന്ത്രിയാക്കിയെങ്കിലും അദ്ദേഹത്തിൻ്റെ സമയം വേസ്റ്റാക്കി കളഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ നമ്മൾ നേരാമണ്ണം യൂട്ടിലൈസ് ചെയ്തില്ല. അത് കോൺഗ്രസും BJP എന്നൊന്നും ഞാൻ പറയില്ല. ദ ഗവൺമെൻറ്, ദ റെസ്പോൺസിബിൾ, അദ്ദേഹത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തില്ല. അദ്ദേഹത്തിന് ഒരു വിദേശകാര്യമന്ത്രിയായിട്ട് പോസ്റ്റ് ചെയ്താൽ നമ്മുടെ ഇപ്പോഴത്തെ ജയശങ്കർജിയെ പോലെ, ഒരു പക്ഷേ ജയശങ്കർജിയെക്കാളുമോ ഞാൻ എന്ന് പറഞ്ഞാൽ പ്രായത്തിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹമായിരിക്കും ശശി തരൂർജിയോ, അത് ഈക്വൽ പ്രായമാണ്. ശശി തരൂർജി എനിക്ക് തോന്നുന്നു 56 മറ്റോ ആണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എൻ്റെ അറിവ് ശരിയാണ്, 56 മറ്റോ ആണ് ജനിച്ചത്.
എനിവേ അദ്ദേഹം UN വൻ പൊസിഷനിൽ ഒക്കെ ഇരുന്നിട്ട് പിന്നെ ഇന്ത്യയിൽ വന്ന് ഒന്നുമല്ലാതായി ഇങ്ങനെ ഒരു 15 വർഷം പോയി. അപ്പോൾ ഒന്നീ വിദേശകാര്യമന്ത്രി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഞാൻ വിദേശകാര്യമന്ത്രി ആക്കണമെന്ന് ഞാൻ നമ്പർ 2 എന്നേ പറയുള്ളൂ. ശശി തരൂർ നമ്പർ 1 പ്രയോറിറ്റി എനിക്ക് തോന്നുന്നു. അദ്ദേഹം ഒരു ഭയങ്കര ഇൻ്റർനാഷണൽ എക്സ്പെർട്ടാണ്. അദ്ദേഹത്തിന് ഈ ഇൻ്റർനാഷണൽ ലോബിയുണ്ട്. പാകിസ്ഥാൻ യുദ്ധത്തിൽ തോക്കും, എപ്പോഴും അവർ വാറിൽ തോക്കും. അവർക്ക് ഇന്ത്യ ജയിക്കാൻ പറ്റില്ല. ഇപ്പം ദേ ആർ ബാറ്റഡ്. പക്ഷേ ഇത് ഇവിടുത്തെ ഇന്ത്യയിലെ മീഡിയ മാത്രമേ പറയുന്നുള്ളൂ. നമ്മളിവിടെ ഏത് ചാനൽ വെച്ചാൽ ഇന്ത്യ അങ്ങനെ ചെയ്തു, ഇന്ത്യ മറ്റേ ചെയ്തു, എന്നിട്ടും നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എല്ലാം വിട്ട് പറഞ്ഞിട്ടില്ല. അത് ഞാൻ പുറകെ പറയുന്നുണ്ട്. വെസ്റ്റിൽ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വാർ തുടങ്ങി അന്ന് തൊട്ട് ഞാനിങ്ങനെ ഫോളോ ചെയ്യണം പല പത്രങ്ങൾ, വിദേശ പത്രങ്ങളുടെ ക്ലിപ്പിംഗ് വായിക്കുക. എൻ്റെ ചില സുഹൃത്തുക്കൾ എനിക്ക് അയച്ചു തരും. ഞാൻ പറയുന്ന ഇപ്പോൾ ചൈനയുടെ ഗ്ലോബൽ ടൈംസ് ഉദാഹരണം, അത് പെട്ടെന്ന് ഇവിടെ നിന്ന് കിട്ടില്ലല്ലോ, പിന്നെ അതിനകത്ത് കയറി മെമ്പറൊക്കെ വേണം. പക്ഷേ എനിക്ക് ക്ലിപ്പിംഗ് അയച്ചു തരും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ റിസർച്ചും ടി വിയും വിദേശ ചാനലുകളും ഞാൻ പലതും ശ്രദ്ധിക്കാറുണ്ട്. ഒരു വാക്ക് ഉദാഹരണം ഏത് ചാനലാണ് ഞാൻ കണ്ടത് മിനിഞ്ഞാന്ന് മറ്റേ, എനിക്കത് വളരെ സങ്കടമുണ്ടായി. പിന്നെ എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ആണെന്ന് തോന്നുന്നു. അത് അവർ ഓസ്ട്രേലിയ ഇന്ത്യയുടെ സുഹൃത്താണ്. അതാണ് അതിനകത്തുള്ള സങ്കടം. ഇപ്പോൾ ഓസ്ട്രേലിയയും ജപ്പാനും ഫ്രാൻസും റഷ്യയും ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്, നമ്മുടെ വെൽ വിഷേഴ്സാണ്. അവർക്ക് ഒരു സ്റ്റാൻഡേ ഉള്ളൂ. അപ്പം അത് കണ്ടിട്ട് വളരെ എനിക്ക് സങ്കടം തോന്നി. കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒന്നുമില്ല. പാകിസ്ഥാൻ ഷെല്ല് വെച്ച് ആക്രമിച്ച് കാശ്മീരിൽ തകർന്ന പടം, പിന്നെ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്ററുടെ സംസാരം, ബിലാൽ ഭൂട്ടോ അങ്ങോട്ട് പോണത് ഇങ്ങോട്ട്, അത് കണ്ടു കഴിഞ്ഞാൽ അത് ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ഓസ്ട്രേലിയക്കാർക്കും വേൾഡിലെല്ലാം ഇത് കാണുകയാണ്. കണ്ടു കഴിഞ്ഞാൽ പാകിസ്ഥാൻ പറയണത് ശരിയാണെന്ന് തോന്നുന്നു. ഇന്ത്യയുടെ 5 റഫേൽ പോയി, പിന്നെ അവരുടെ ഒരു S-400 പോയി. ഇതൊക്കെയാണ് ഓസ്ട്രേലിയൻ അവർ ഇന്ത്യയുടെ സുഹൃത്തുക്കളാണ്. നമ്മുടെ പ്രൈം മിനിസ്റ്ററുമായിട്ട് ഭയങ്കര അടുപ്പമുള്ളതാണ് ആൻ്റണി ആൽബനീസിന്. ഇതൊക്കെയാണ്. പക്ഷേ ഇതാണ് ഇൻ്റർനാഷണൽ മീഡിയയുടെ ഇന്ത്യയെ പറ്റിയുള്ള നമ്മുടെ വാർ ഇൻഫർമേഷൻ സ്ട്രാറ്റജി വളരെ പോറായതുകൊണ്ട് ആണിത് സംഭവിച്ചത്. എനിക്ക് ഞാൻ ഇത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള വിസ്ഡം ഒന്നും എനിക്കില്ല. പക്ഷേ എന്നാലും ഒരു ട്രൂ ബ്ലൂ ഇന്ത്യൻ സിറ്റിസൺ ട്രൂ ബ്ലൂ ഇന്ത്യൻ പേട്രിയോട്ട് എന്നുള്ള നിലയിൽ എനിക്ക് ഐ ഹാവ് ഓൾ ദ റൈറ്റ് ടു ഗെറ്റ് കൺസേൺഡ്. അതായത് എന്തൊന്നാണ് ഇന്ത്യൻ ഫോറിൻ സർവീസുകാർ അവിടെ ചെയ്യുന്നത്? ഈ USA-ലും പിന്നെ മറ്റുള്ള രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് USA, ഇപ്പോൾ USA നമുക്കൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അവിടത്തേക്കാണ് ശശി തരൂർ സാറിനെ എലക്ട് ചെയ്യുന്നത്. അതൊരു ഉഗ്രൻ എക്സലൻറ്റ് എക്സ്ക്വിസിറ്റ് ഡിസിഷനാണ് ശശി തരൂരിനെ അങ്ങോട്ട് ഡിപ്ലോയ് ചെയ്തത്. OIC അദ്ദേഹത്തെ പിന്നെ സൗദി അറേബ്യയിലോട്ടും ശശി തരൂർ സാറിനെ USA-ലോട്ടും അയച്ചത്. അത് എക്സലൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. അതാണ് ഞാൻ അതിലേക്ക് വരികയാണ്, ഞാൻ അതിലേക്ക് പറയുകയാണ്. പെട്ടെന്ന് അതിനൊരു ഉത്തരം തന്നാൽ ചിലപ്പം പലർക്കും മനസ്സിലാവില്ല. അപ്പോൾ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ട് ഞാൻ പറയുകയാണ്. അപ്പം നമ്മുടെ വാർ ഇൻഫർമേഷൻ സ്ട്രാറ്റജി വളരെ മോശമാണ്. ഉദാഹരണം ടിക്ടോക്ക് ഇവിടെ നിരോധിച്ചു. ടിക്ടോക്ക്, ടെലഗ്രാം, പിന്നെ എനിക്ക് വേറെ ടെലഗ്രാം റഷ്യനാണ്. റഷ്യൻ നമ്മുടെ അടുത്ത സുഹൃത്താണ്. ടിക്ടോക്ക് ചൈനീസാണ്. പാകിസ്ഥാൻ, ഈ ശശി തരൂർ സാറിനെ നമ്മൾ വെളിയിലേച്ചതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പാകിസ്ഥാൻ ഈ പിന്നെ വാർ ഇൻഫർമേഷൻ സ്ട്രാറ്റജി എക്സലൻ്റ് ആയിട്ടാണ് മാനേജ് ചെയ്യുന്നത്. അവരൊന്നും ചെയ്തില്ല. ഫസ്റ്റ് വേൾഡ് കൺട്രീസിലെ സാധാരണ ജനങ്ങൾ, ഞാൻ TV കാണുന്നത് സാധാരണ ജനങ്ങളല്ലേ. നമ്മുടെ ഇന്ത്യയിലുള്ളതുപോലെ വ്യൂവേഴ്സ് ഇല്ല. എന്നാലും ഇത് മീഡിയ, വാഷിങ്ടൺ പോസ്റ്റ്, ന്യൂയോർക്ക് ടൈംസ്, ജപ്പാനിലെ യുമറി ഷിംബോൺ, ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ പത്രം അതാണെന്ന് തോന്നുന്നു, വ്യൂവർഷിപ്പ്. ഇങ്ങനെയുള്ള പല പത്രങ്ങൾ, ഓസ്ട്രേലിയയിലെ പാകിസ്ഥാനിലെ ഡോൺ എന്നൊക്കെ പറയില്ലേ, അവരെന്തും എഴുതും. ഈ ഡോൺ പ്രിൻ്റ് ചെയ്യുന്ന കാര്യമാണ്
യുവമാർ അവിടെ എല്ലാം പബ്ലിഷ് ചെയ്യുന്ന ഈ ഫസ്റ്റ് വേൾഡ് കൺട്രീസിൽ ഇന്ത്യക്ക് ഭയങ്കര അടിപറ്റി. S-400 അടിച്ചു. അതിൻ്റെ പിന്നിൽ വേറൊരു സംഗതിയും കൂടെ ഉണ്ട്, അങ്ങനെ അവർ പറയുന്നതിൽ അത് നമുക്ക് വേറെ പുറകെ പറയാം. അപ്പോൾ ഇങ്ങനെ ഈ ടിക്ടോക്ക്, ടെലഗ്രാം ഇതൊക്കെ അവിടുത്തെ അമേരിക്കൻ യൂത്ത്സ്, ഞാൻ ഒരു ഉദാഹരണമാണ്, അമേരിക്കൻ യൂത്ത്സ് മാത്രമല്ല മറ്റുള്ള ഫസ്റ്റ് വേൾഡ് കൺട്രീസിലുള്ള എല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അമേരിക്കയിൽ ഫസ്റ്റ് ഈ ടിക്ടോക്ക് എന്ന് പറയുന്ന ഈ ടെലഗ്രാം എന്ന് പറയുന്നത് മറ്റേത് റഷ്യൻ ആണെങ്കിൽ പോലും വളരെ എഫക്റ്റീവായിട്ട് പാകിസ്ഥാൻ എല്ലാം പ്രിൻ്റ് ചെയ്യും. എന്തൊക്കെയാണ് S-400 അടിച്ചു, മറ്റേ ന്യൂഡൽഹിയിൽ ബോംബിട്ടു, അവർ ഒന്നും പറയാത്തതാണ്, മിസൈലിട്ടു എന്നൊക്കെ ഇവർ പറയും. ഇതിൻ്റെ ഡെസിമിനേഷൻ ചൈനീസാണ്, അവരതിൻ്റെ മാസ്റ്റേഴ്സാണ്. ചൈനീസും പാകിസ്ഥാനും കൂടെ, ഇപ്പം ടിക്ടോക്ക് ചൈനീസല്ലേ, ഇത് വ്യാപകമായ തോതിൽ US ഇപ്പം എനിക്ക് US ചില ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ആര് പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ആര് പറഞ്ഞു, എന്നെക്കാളും വളരെ ജൂനിയർ, ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ആര് പറഞ്ഞു ഇങ്ങനെയാണെന്ന്. അല്ല അത് ഇവിടെ ഞാൻ പറഞ്ഞു അതാണ് ഞാൻ ഈ പറയുന്നത്. അവിടെ അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ്. അല്ലെങ്കിൽ അവർ ഇന്ത്യൻ ചാനൽ വെക്കണം. ഇന്ത്യൻ ചാനൽ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് അനുകൂലമായിട്ട് മാത്രമല്ലേ പറയുള്ളൂ. ഒരു ന്യൂട്രലായിട്ടുള്ള ഒരു മീഡിയം അല്ലെങ്കിൽ മീഡിയ പറയണ്ടേ വസ്തുനിഷ്ഠമായിട്ട്. അപ്പം അത് നമുക്കില്ല. പിന്നെ ഈ ശശി തരൂർ സാറിനെ ഡൽഹി US അയച്ചത് ഞാൻ വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എന്ന് പറയാനുള്ള പ്രധാന കാരണം, ഈ ശശി തരൂർ സാറിനെ ജപ്പാനിൽ അയച്ച അല്ലെങ്കിൽ പിന്നെ സൗദിയിൽ അയച്ച അത് ഒരിക്കലും ശരിയാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്രസ്സ് ചെയ്യാനുള്ള വിഷയങ്ങൾ കിടക്കുന്നത് US ഇന്ത്യ കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അതും ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അപ്പം നമുക്ക് ഈ US ഇപ്പം ഇറ്റ് ഹാസ് കം ആസ് എ ക്രോപ്പർ ഇൻ ഇന്ത്യാസ് അഫയേഴ്സ്. അപ്പം നമുക്ക് ഈ USA ഒന്ന് ശരിയാക്കാനുണ്ട്. എന്ന് പറഞ്ഞാൽ USA പിടിച്ച് വിരട്ടി അങ്ങനെയല്ല, നമുക്ക് വേറെ ഈ യുദ്ധമല്ലാതെ ഇങ്ങനത്തെ ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. മീഡിയ ശരിയാക്കുക, മീഡിയ വഴി ആളുകളെ സ്വാധീനിക്കുക, സോഷ്യൽ മീഡിയ, അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് വലിയൊരു ഇന്ത്യയിൽ എത്രമാത്രം പ്രാമുഖ്യം ഈ സോഷ്യൽ മീഡിയയ്ക്കും അതർ മീഡിയ ഇലക്ട്രോണിക് മീഡിയയൊക്കെ ഉണ്ട്, അതേപോലെ US ഉണ്ട്. അത് ഇറ്റ് ഈസ് ഇൻ ഷാമ്പിൾസ്. ഷാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചോളം വി ആർ ഇൻ ഷാമ്പിൾസ്. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മുടെ സിവിൽ ഏവിയേഷൻ, ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലാണ്, USA പിന്നെ വേൾഡ് ബാങ്ക്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വേൾഡ് ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെയാണ്. IMF കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് USA പിന്നെയും ഒരു ഇൻ്റർനാഷണൽ വേറൊരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്, ഇൻ്റർനാഷണൽ ഫൈനാൻസ് കോർപ്പറേഷൻ എന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ട്, ഇതെല്ലാം USA അവിടെ ഈ ശശി തരൂർ സാറിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പാകിസ്ഥാൻ, ഞാൻ നേരത്തെ പറഞ്ഞാൽ പാകിസ്ഥാൻ ലോബിയുണ്ട്. ലോബി എന്ന് പറഞ്ഞാൽ അവർ പൈസ കൊടുത്ത്, അതായത് അമേരിക്ക കൊടുക്കുന്ന $1 ബില്യൺ അല്ലെങ്കിൽ $1,000 മില്യൺ ഇതിൽ ഒരു പകുതി എടുത്ത് ഈ ലോബിയെ വാങ്ങിക്കും. അവർക്ക് ഒരുപാട് നാളുകൊണ്ട് ചെയ്തിരിക്കുകയാണ്. കോൺഗ്രസ് വുമണെ പിടിക്കും, കോൺഗ്രസ്സുകാരനെ പിടിക്കും, സെനറ്റ് മെമ്പറെ പിടിക്കും. അപ്പോൾ പാകിസ്ഥാൻ ലോബിക്ക് വേണ്ടി ഇന്ത്യ ചീത്ത പറയാനും ഒരുപാട് നാളുകൊണ്ടുണ്ട്. ഇപ്പോൾ ട്രംപും കശ്യപും മൈക്ക് റൂബിയും വന്നെന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ കമ്പയർ ചെയ്തതുപോലെ DGP വളരെ സത്യസന്ധനെ അങ്ങ് അറ്റത്തെ ഒരു DGP ഇവിടെ വന്നു. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? എന്നെ പോലുള്ള ഓഫീസേഴ്സ്, മിഡിൽ ലെവൽ ഓഫീസേഴ്സും പിന്നെ കട്ടിംഗ് ലെവൽ ഓഫീസേഴ്സും കോൺസ്റ്റബിൾസും പഴയ പരിപാടി തന്നെ ചെയ്യുകയാണ്. നന്നായില്ലെങ്കിൽ DGP വിൽ കട്ട് എ സോറി ഫിഗർ. അപ്പോൾ അതേപോലെ ട്രംപ് വന്നിട്ടൊക്കെ നമ്മുടെ FBI ചീഫിനെ മാറ്റി, CA ചീഫിനെ മാറ്റി എന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ലോബിയിങ് ആണ് അവിടെ. ഈ ലോബിയിങ്ങിന് ഇന്ത്യക്ക് വേണ്ടി, അതാണ് ഞാൻ ചോദിച്ചത്, ഈ IFS എന്ത് ചെയ്യുന്നു? ഈ കള്ള ടീയും അത് ഇതുമൊക്കെ വാങ്ങിച്ച് അവർ രാജസുഖത്തിലല്ല അവിടെ കഴിയുന്നത്. ഇന്ത്യക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? ഇപ്പം ഞാനൊരു IFS ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ ഈ പേട്രോട്ടിസം മാത്രം മതി. നമ്മൾ ഇതുപോലുള്ള ഇൻഫർമേഷനെല്ലാം നമ്മളെടുത്തത് അറിയിക്കേണ്ടവരെ അറിയിക്കുക. ഇവരൊന്നും ചെയ്യുന്നില്ല. അവരുടെ പെർഫോമൻസ് വളരെ മോശമാണ്. പിന്നെ നമ്മുടെ ഗൾഫിലൊക്കെ IFS ഉദ്യോഗസ്ഥന്മാർ എംബസിയിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട അഭിപ്രായമാണ്. ഈവൻ US എംബസിയിൽ പോലും
എൻ്റെ കുടുംബത്തിൽ ഇന്ത്യൻ എംബസിയിൽ പോയിട്ട് അത്ര നല്ല ഇതല്ല. അതേസമയം പാകിസ്ഥാൻ്റെ എംബസിയിലോ അമേരിക്കക്കാരൻ്റെ വിഷയമോ ജപ്പാൻകാരൻ്റെ വിഷയം ഓസ്ട്രേലിയക്കാരൻ്റെ വിഷയം അവൻ്റെ എംബസിയിൽ പോയാൽ അവൻ ചാടി വീഴും. ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇതേ ബ്യൂറോക്രസി അത് ഇതും അതാണ് പറഞ്ഞത്. ജയശങ്കർജി പരിണിതപ്രജ്ഞനാണ്, അദ്ദേഹം വലിയ ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇതെല്ലാം കിട്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ കുഴപ്പമാണെന്ന് വെച്ചാൽ അല്ല, ഇത് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ, ഈ IFS ഉദ്യോഗസ്ഥന്മാരും അവരുടെ താഴെയുള്ളവരും ഫെയിലിയറാണെന്ന് ഞാൻ ഒരു 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 ഹമ്പിൾ ആയിട്ടുള്ള ഒരു പാട്രിയോട്ടിക് സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് നമ്മൾ വായിക്കുകയും എഴുതുകയും കാണുകയൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മുടെ വാർ ഇൻഫർമേഷൻ സ്ട്രാറ്റജി അമേരിക്കയിൽ ഇത്ര മോശമായിപ്പോയത്. അതിന് പറ്റിയ ആളെയാണ് നമ്മൾ ശശി തരൂർ സാറിനെ അവിടെ വിടുന്നത്. അദ്ദേഹത്തിന് അവിടെ നല്ല ലോബിയുണ്ട്. അദ്ദേഹത്തിന് എങ്ങനെ ലോബിയിങ് നടത്തണമെന്നറിയാം. അപ്പോൾ അദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ നല്ല പ്രസൻറ്റേഷനാണ്. ഹീ നോസ് ഹൗ ടു ടോക്ക് ബ്യൂട്ടിഫുള്ളി ഓർ ഹൗ ടു പ്രസൻറ്റ് തിങ്സ് ബ്യൂട്ടിഫുള്ളി. അദ്ദേഹം ഒരു ബുദ്ധിജീവിയാണ്. സാർ, അപ്പം എൻ്റെ ചോദ്യം വരികയാണ്, എന്തുകൊണ്ട് കോൺഗ്രസ്, സാറ് പൊളിറ്റിക്സ് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ഇതിൽ സാറിൻ്റെ ഒപ്പീനിയൻ എനിക്ക് അറിയേണ്ടതുള്ളതുകൊണ്ടാണ്, എന്തുകൊണ്ട് കോൺഗ്രസ് പിന്നെ ശശി തരൂരിനെ നോമിനേറ്റ് പോലും ചെയ്തില്ല ഇങ്ങനൊരു സർവകക്ഷി സംഘത്തിലേക്ക് എന്നൊരു ചോദ്യം ബാക്കിയാവുകയാണ്. എന്ത് ചെയ്യാൻ, കോൺഗ്രസ്സിൽ വളരെ നല്ല ലീഡേഴ്സ് ഉണ്ട്. കേരളത്തിലായിരുന്നാലും ശരി തന്നെ, അഖിലേന്ത്യാ തലത്തിലായിരുന്നു തന്നെ കോൺഗ്രസ് റൂട്ട് ലെവലിൽ വരെ പ്രാതിനിധ്യം ജനങ്ങളുടെ ഇടയിൽ ഉള്ള ഒരു പാർട്ടിയാണ്. പക്ഷേ കുറച്ച് നാളുകളായിട്ട് എന്താ പറയുക, കോൺഗ്രസ് അത് വർക്ക് ചെയ്യേണ്ട രീതി, ഒരു സ്ട്രോങ് ഒപ്പോസിഷൻ, BJP ഉണ്ടെങ്കിലും ഒരു സ്ട്രോങ് ഒപ്പോസിഷൻ വേണമല്ലോ. ഫോർ എ ഹെൽത്തി ഡെമോക്രസി ദർ ഷുഡ് ബി എ സ്ട്രോങ് ഒപ്പോസിഷൻ. സ്ട്രോങ് ഒപ്പോസിഷൻ ഇല്ല. ശശി തരൂർ സാറിന് കൂടെ എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സിൽ മൊത്തം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശശി തരൂർ സാറിൻ്റെ ബുദ്ധിയും വൈഭവവും ഒക്കെ ഉള്ള ഇതേപോലെ ഉള്ള ഒരാളോ രണ്ടാളോ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ ഉണ്ടെങ്കിൽ അവർ ഭയങ്കര പ്രശ്നക്കാരാണ്. ഉദാഹരണം നമ്മുടെ ഞാൻ ഈ കമ്പയർ ചെയ്യാണ് ഈ കോൺഗ്രസ്സിലുള്ള ലീഡേഴ്സിൻ്റെ പ്രശ്നം. ISIയെ വിളിച്ച് പർവേസ് മുഷറഫ് പ്രസിഡൻ്റ് ആയിരുന്നപ്പോഴാണോ ചീഫ് ഓഫ് ആർമി ആയപ്പോഴാണോ ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവന് കുഴപ്പമുണ്ട്, ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടെന്ന്. ക്യാൻ യു ഇമാജിൻ, ക്യാൻ യു ബിലീവ് ഇറ്റ്? നമ്മുടെ ISIയെ വിളിച്ച് പറഞ്ഞു. അതിനാരോ ഉത്തരവാദി? അന്നത്തെ പൊളിറ്റിക്കൽ നേതൃത്വമാണ്. ഞാൻ പ്രൈം മിനിസ്റ്റർ എന്ന് പറയില്ല, പൊളിറ്റിക്കൽ നേതൃത്വമാണ്. അത് ഞാൻ കോൺഗ്രസിൻ്റെ കുഴപ്പമാണ്, BJPയുടെ കുഴപ്പമാണെന്നുള്ളത് അതാണ് ഈ കോൺഗ്രസിനകത്തുള്ള കുഴപ്പം. ഈ ശശി തരൂർ സാറിനോട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സാണ് പലർക്കും. അദ്ദേഹത്തെ നേരാമണ്ണം എനിക്ക് തോന്നുന്നത് ഈ അദ്ദേഹമാണ് ഓപ്പോസിഷൻ ലീഡറായിട്ട് വന്നിരുന്നെങ്കിൽ BJPക്കാർക്ക് ഒരു വിഷമം ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഒരു ഹെൽത്തി ഒപ്പോസിഷനായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ അവർ ഒരു വിധത്തിലും രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. അത് സങ്കടകരമാണ്. ഇപ്പോൾ ശശി തരൂർ സാറ് അത് കോൺഗ്രസിൽ നിന്ന് പോയാൽ തന്നെയും ഈ ഒരു സംഗതി, ഇവരുടെ ഈ പെരുന്തച്ചൻ കോംപ്ലക്സ് നല്ലതല്ല, അത് നിർത്തണം. ശശി തരൂർ സാറിനെ അംഗീകരിക്കാത്തതിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയാണ്. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനോട് ഉള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. ഈസ് എ ഡിഫറെൻറ്റ് പേഴ്സൺ. നമുക്ക് അഭിമാനത്തോടെ പ്രസൻറ്റ് ചെയ്യാവുന്ന, ഇൻ്റർനാഷണൽ വേദിയിൽ പ്രസൻറ്റ് ചെയ്യാവുന്ന ഒരു തലയെടുപ്പുള്ള ഒരു ലീഡറാണ് അദ്ദേഹം. തീർച്ചയായിട്ടും. എന്തായാലും വളരെ വ്യക്തമാണ് അദ്ദേഹം പറയുന്നത്. ശശി തരൂർ എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് സർവകക്ഷി സംഘത്തിലെ ഏറ്റവും മികച്ച ചോയ്സ് തന്നെയാണ്. കോൺഗ്രസ് അവരുടെ പെരുന്തച്ചൻ കോംപ്ലക്സ് കാരണം അദ്ദേഹത്തിനെ അനുവദിക്കാത്തിടത്ത് മോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അത് കൃത്യമായി മനസ്സിലാക്കി ശശി തരൂരിനെ ഒപ്പം ചേർത്തിരിക്കുന്നു. എന്തായാലും ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയിൽ ശശി തരൂർ തൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരുപാട് നന്ദി സാർ. നമസ്കാരം. വന്ദേ മാതരം. താങ്ക് യു.